ശശികല ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഈ കുംഭമേള വൈറൽ താരത്തിൻ്റെ വിവാഹം കേരളത്തിൽ വൈറലാക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അതിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വരെ ഉള്ളവരുണ്ട്. ഇപ്പോഴിതാ ഇത് വലിയൊരു വിഷയമായി മാറുകയാണ്. NIA അന്വേഷണം ആവശ്യപ്പെട്ട് VHP ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു. ടീച്ചർ എങ്ങനെ പ്രതികരിക്കുന്നു? ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തോ അജണ്ടയുടെ പുറത്ത് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. കാരണം ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഫർഹാൻ എന്ന വ്യക്തിക്ക് ഈ കുട്ടിയുടെ പ്രായം അറിയാതെ, ഇനി എത്ര വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞാലും മൊണാലിസ എന്ന് പറയുന്ന നമ്മുടെ വൈറൽ താരത്തിന് ആ കുട്ടിയുടെ വയസ്സിനെ പറ്റി അറിയാലോ. അപ്പൊ അവര് കൃത്യമായി 16 വയസ്സ്, കാരണം കുട്ടി 16 വയസ്സിന്റെ പിറന്നാൾ ആഘോഷിച്ചതാണ്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയുമായതാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും അവർ കേരളത്തിലേക്ക് ഓടി വന്നത്. അവർ ഒറ്റയ്ക്ക് ഒരു ലിവിങ് ടുഗദർ നടത്തുകയല്ല ചെയ്തത്. അവരെവിടെയെങ്കിലും പോയി താമസിച്ച് നമുക്ക് മനസ്സിലാക്കാം. അത് ഒരു പക്ഷേ പ്രായത്തിൻ്റെതായ ചാബല്യമാണ്, എടുത്തുചാട്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അവരെവിടെയെങ്കിലും പോയി ഒളിച്ച് താമസിക്കുന്നു മനസ്സിലാക്കാം. ഇത് അതല്ലല്ലോ ഉണ്ടായത്. ഒരു സിസ്റ്റത്തെ മുഴുവൻ അവരുടെ അടിമയാക്കി മാറ്റി. അത് എളുപ്പം സാധിക്കുന്ന കാര്യമാണ്. അവർ ഓടി വന്ന് 2 വ്യക്തികളാണ്. അവർ ഓടി വന്ന് ഈ ഫർഹാൻ എന്ന വ്യക്തി, മൊണാലിസയ്ക്ക് പിന്നെ ഒന്നുമില്ലെങ്കിൽ ഒരു വൈറൽ താരം എന്നൊരു പരിഗണന എങ്കിലും ഉണ്ട്. ഈ ഫർഹാൻ എന്ന വ്യക്തി ഈ കുട്ടിയെയും കൊണ്ട് കേരളത്തിലേക്ക് തന്നെ ഓടി വരാൻ കാരണമുണ്ട്. അപ്പോൾ നിയമം ലംഘിക്കാൻ ഇവിടെ ആരൊക്കെയോ കൂട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ആരൊക്കെയോ കൊണ്ടുവന്നു. CPM-നെ അതിസമർത്ഥമായി അവർ പറ്റിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഒരുക്കിയ കെണിയിൽ കൃത്യമായി CPM പോയി വീണ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോ ഒരു ഭരണകൂടത്തിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന് ഇത്രയും സ്വാധീനം ഉണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തെ മൊത്തം അവരുടെ വാലിൽ കെട്ടിയിട്ട് ആടിക്കളിക്കടാ കുഞ്ചിരാമ, ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞ് ചാടിക്കാനുള്ള ശേഷി ഇപ്പോഴും കേരളത്തിൽ PFIക്ക് ഉണ്ടെങ്കിൽ ഈ സംഭവത്തെ അങ്ങനെ വെറും ഒരു പ്രേമമോ വിവാഹമോ ആയി തള്ളിക്കളയാൻ സാധിക്കില്ല. ഇവിടെയാണ് VHP പറഞ്ഞ കേന്ദ്ര അന്വേഷണം വേണം എന്നുള്ളതിന്റെ പ്രസക്തി നിൽക്കുന്നത്. അത് വളരെ സത്യവുമാണ്. കാരണം ഇത്രയും സ്വാധീനം കേരള സർക്കാരിലുണ്ടെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെയും ഇവിടുത്തെ ഭരണകൂടത്തെ മൊത്തം സ്വന്തം കരുതലനുസരിച്ച് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അവരുടെ ശക്തി ഇവിടെ അപാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ശക്തി നാളെ എന്തിലേക്കും എത്തിക്കാം. കേവലം ഒരു വിവാഹത്തിലേക്ക് മാത്രമല്ല, അവർക്ക് ഏത് തരത്തിലും ഈ സംസ്ഥാനത്തെ കൊണ്ടുപോയി കുഴപ്പത്തിൽ ചാടിക്കാം. അതുകൊണ്ട് ആ ശക്തികളുടെ കാണാച്ചരടുകൾ എവിടെ വരെയുണ്ട്. ഇത്ര സ്വാധീനം ഭരണകൂടത്തിലുണ്ടെങ്കിൽ അത് ആരൊക്കെയാണ്? ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു അന്വേഷണമാണ്. ഇത് വെറും ഒരു വിവാഹമല്ല, അവന്റെ വ്യക്തികൾക്ക് പറ്റിയ തെറ്റുമല്ല. കാരണം ഇത് പോലീസ് സ്റ്റേഷൻ മുഖേനയാണ് നടത്തിയത്. അവിടെയാണ് നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഭീകരത അനുഭവപ്പെട്ടത്. ഒരു പോലീസ് ഒരു പക്ഷേ ശിവൻകുട്ടിക്ക് അന്തമില്ല എന്ന് പറയാം. കാരണം LLB എവിടുത്തെ LLB ആണ് നമുക്ക് പിടിച്ചില്ല. അതുകൊണ്ട് ശിവൻകുട്ടി എന്ന മന്ത്രിയപ്പൂപ്പിന് അന്തക്കട് പറ്റിയതാകാം, നമുക്ക് പറയാം. അല്ലെങ്കിൽ റഹീമിന്റെ ഒക്കെ പാണ്ഡിത്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിയമം മനസ്സിലാക്കാൻ എത്രമാത്രം പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇവർക്കൊക്കെ നമുക്കറിയാം. ഇതല്ലെങ്കിൽ കേരള പോലീസിന്റെ അവസ്ഥ. കേരള പോലീസിനെ കുറച്ചുകൂടി നിയമങ്ങളെ പറ്റി അറിയട്ടെ. അപ്പൊ ഇങ്ങനെ 2 വ്യക്തികൾ ഓടി വന്നാൽ അതിനെപ്പറ്റി ഒരു അന്വേഷണം കൂടാതെ വിവാഹം നടത്തണമെങ്കിൽ അത് പോലീസിന്റെ കയ്യിൽ പിടിപ്പുകേടല്ല. പോലീസിന് സ്വന്തം ഇഷ്ടപ്രകാരം അന്വേഷിച്ചെടുത്ത് കാര്യങ്ങൾ നടത്താൻ കഴിയാത്ത വിധത്തിൽ പോലീസിനെ കെട്ടിയിടപ്പെട്ടു. പോലീസിന്റെ കൺട്രോൾ മറ്റാരുടേലും ആയി. അതല്ലെങ്കിൽ കേരള പോലീസ് ഇത്ര മോശമൊന്നുമല്ല. ഇത് അതിന്റെ സോഴ്സിൽ അന്വേഷിക്കണമെന്ന്. എവിടെ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നത്, ഈ കുന്നംകുളം സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണെങ്കിൽ അതിന്റെ സോഴ്സ് മധ്യപ്രദേശുമായി ഇന്നത്തെ കാലത്ത് ബന്ധപ്പെടാൻ മണിക്കൂർ വേണ്ടല്ലോ, മിനിറ്റുകൾക്കുള്ളിൽ അവിടമായി ബന്ധപ്പെടാനോ, ഇതിന്റെ ആധികാരികത ബോധ്യപ്പെടാനോ. അതുവരെ കാക്കാൻ കേരള പോലീസിന് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ പോലീസിന് പോലും അതിന് വേറൊരാളുടേതായിരുന്നു. അപ്പൊ പോലീസിനെ പോലും നിയന്ത്രിക്കത്തക്ക വിധത്തിൽ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോഴും സജീവമാണെങ്കിൽ ഈ അന്വേഷണം കൃത്യമായി തന്നെ ഈ ഒരു കാര്യത്തിനല്ല അവരിവിടെ കേരളത്തിൽ എവിടെയൊക്കെ വേരുകൾ ഉറപ്പിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ അവരുടെ സ്വാധീനത്തിലുണ്ട്, ഈ തരത്തിൽ കാരണം നാളെ ഏതൊരു തരത്തിലുള്ള അട്ടിമറിക്കും സജ്ജമാകത്തക്ക വിധത്തിൽ അവരിവിടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വേണം. അത് മാത്രം പോരാ എനിക്ക് തോന്നുന്നു. കാരണം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ ഇതുപോലെ ഒരു മതമൗലികവാദികൾക്ക്, തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കേന്ദ്ര സേനയുടെ അടക്കം ശ്രദ്ധ കേരളത്തിൽ വേണ്ടുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കേരളം പോയിട്ടുണ്ടോ എന്ന് ഭയക്കുന്നു. 2 വ്യക്തികളുടെ വിവാഹമായിരുന്നെങ്കിൽ നമുക്കത് വിടാമായിരുന്നു. പക്ഷെ ഇവരെ മൊത്തം ഒരു പക്ഷെ ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. അവരെ മൊത്തം കളിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ഭീകരവാദികൾ വളർന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര നിസ്സാരമല്ല. മഞ്ഞമലയുടെ മുകളറ്റം മാത്രമാണ് നമ്മൾ ഈ ഒരു വിവാഹത്തിലൂടെ കണ്ടിരിക്കുന്നത്. കേരളം എങ്ങോട്ട് പോകണം, കേരളം എന്താകണം എന്ന് നിശ്ചയിക്കുന്നത് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളാണ്. ഹമാസിന് വേണ്ടി കഫിയ ചുറ്റാനും ഹമാസിന് വേണ്ടി ലക്ഷങ്ങളെ ഒരുക്കാനും ഇതിനൊക്കെ പിന്നിൽ ശരിക്കും പാർട്ടി ആവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അന്നോ മുന്തോ ഇല്ലാത്ത പാർട്ടി നേതാക്കളെ ഇവർക്ക് കളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അത് ഇലക്ഷൻ ആണെങ്കിലും എല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ അവരുടെ വാദഗതികൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക സംഘടനകളുടെയൊക്കെ വാദഗതികൾ
മുസ്ലിം വോട്ട് ഒരുത്തി ചെല്ലണം, ജയിക്കേണ്ട സ്ഥാനാർത്ഥിയെ കണ്ടെത്തി കൊടുക്കണം. ജനാധിപത്യത്തെ വരെ അട്ടിമറിക്കാൻ, ജനാധിപത്യത്തെ, ഇവിടുത്തെ ആഭ്യന്തര സംവിധാനത്തെ, ഇവിടുത്തെ നിയമങ്ങളെ ഒക്കെ അട്ടിമറിക്കത്തക്ക വിധത്തിൽ ഈ ഭീകരവാദികൾ വളർന്നിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിന് അതീതമായ വിഷയമാണ്. മുഴുവൻ രാജ്യത്തിന്റെയും ശ്രദ്ധ കേരളത്തിലേക്ക് പതിയേണ്ടത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ മധ്യപ്രദേശിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുള്ള വധുവരന്മാർ ഇവിടേക്ക് ഓടി വരേണ്ട കാര്യമില്ല. ഇത് നടക്കണ ഏക സംസ്ഥാനം. ഒരുപക്ഷെ ഇപ്പോൾ BJP അല്ലാതെ പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇത് സാധ്യമല്ല. കാരണം അവർക്കൊക്കെ സംസ്ഥാനത്തിനോട് എന്തോ ഒരു കൂറുണ്ട്. ഇതുപോലെ അന്തം കൊണ്ടും ഇല്ലാത്ത രാഷ്ട്രീയക്കാരല്ല അവിടെ ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭരിക്കുന്നവർക്കോ പ്രതിപക്ഷത്തിനോ രാഷ്ട്രത്തെ പറ്റി ചിന്തയില്ല, നിയമങ്ങളെ പറ്റി അറിയില്ല, ആർക്കും അവരുടെ കണ്ണു കെട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കേന്ദ്ര അന്വേഷണം ആവശ്യമാണ്. ഗൗരവമായി തന്നെ അന്വേഷിക്കണം. കേരളത്തിന്റെ സ്ഥിതി ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ഇതിന് മനസ്സിലാവുന്നത്. ഓക്കെ, വളരെ നന്ദി ടീച്ചർ. നിലപാട് വ്യക്തമാണ്. ഹിന്ദു ഐക്യവേദിയും NIA-യും NIA അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തും ഇതേ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ കുംഭമേള വൈറൽ താരത്തിൻ്റെ വിവാഹത്തിനകത്ത് വലിയ ഗൂഢാലോചനയുണ്ടെന്നും അത് മറനീക്കി പുറത്തു വരണമെന്നും PFI-യും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും പോലെയുള്ള മതരാഷ്ട്രീയവാദികൾ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുകയാണെന്നാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ ആരോപിക്കുന്നത്. ഒരു ഇടവേള എടുത്ത്